പതിനാറിനകത്ത് എന്താണ് സാറിന് അറിയേണ്ടത്? ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പതിനാറുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ദ്വീപാണ്. 110 ഏക്കറാണ്. നടക്കാനുള്ള ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ആയുർവേദ പ്ലാന്റ്സ് ഒത്തിരി ഉണ്ട്. കണ്ടൽ കാടുകളാണ്. ലാസ്റ്റ് അതിൻ്റെ ഒരു കിഴക്കേറ്റം എന്ന് പറയുന്നത് സ്മോൾ ടെമ്പിൾ ഉണ്ട്. പിന്നെന്ന് പറയാനാണെങ്കിൽ ധാരാളം നമ്മുടെ താഴെ തഴയില്ലേ, കൈതകൾ. പിന്നെന്ന് പറയുന്നത് പിന്നെ മാംഗ്രൂസ് കണ്ടൽക്കാടുകൾ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ധാരാളം പക്ഷികളുണ്ട്. പിന്നെ ഈ ഞാവൽ കാകൾ, ഈ ഞാറപ്പഴം, അങ്ങനെയുള്ള പക്ഷികൾ കഴിക്കാവുന്ന ഒത്തിരി പഴങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ നാച്ചുറലായിട്ട് നാച്ചുറൽ നമ്മളെ വെച്ചുപിടിപ്പിച്ചതല്ല. നാച്ചുറൽ കാക്കകൾ കാഷ്ടിച്ചുണ്ടായ ആണ് കൂടുതലും. പിന്നെ ഈ ആഞ്ഞിലി ഇത് ചക്ക എന്ന് പറയുന്നത് ഇഷ്ടംപോലെ ധാരാളം ഉണ്ട്. പിന്നെ നമ്മുടെ കറിക്കകത്തിടുന്ന കറുവ, ഈ കറുവായാണ് ഏറ്റവും കൂടുതൽ. അതായത് അതിൻ്റെ അകത്ത് കയറി കറുവായുടെ മണമാണ് ചില ഏരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഏത് സമയത്താണ് ഏറ്റവും നല്ലത് അവിടെ വിസിറ്റ് ചെയ്യാനായിട്ടൊക്കെ ജൂൺ, ജൂലൈ, നവംബർ, ഡിസംബർ, 4 മാസം എന്ന് പറയുന്നത് അവർക്ക് ധാരാളം ആൾക്കാർ വന്നു പോകുന്ന. അപ്പം അന്നേരമൊക്കെ നല്ല കാറ്റും പിന്നെ കായലിലൊക്കെ ഒത്തിരി പക്ഷികളുണ്ടാവും. കാരണം ചെറിയ ചെമ്മീൻ കഴിക്കാൻ ഉള്ളതുകൊണ്ട് ധാരാളം വിദേശ പക്ഷികളുണ്ടാവും. എല്ലാം കൊണ്ട് നല്ലൊരു കാലാവസ്ഥകളാണ് ആ സമയത്ത്, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി.